ഹായ് ഗൈസ്, ഇന്ന് ഞാൻ കോഴിക്കോട് പോവാണ്. എന്തിനാ പോണേന്ന് വെച്ചാൽ എൻ്റെ കസിൻ്റെ ഗ്രാജുവേഷനാണ്. പിന്നെ എനിക്ക് PG ഒക്കെ നോക്കണം. പിന്നെ കോഴിക്കോടൊക്കെ ഫുൾ അങ്ങോട്ട് കറങ്ങാലോ എന്ന് വിചാരിച്ചു. ലേറ്റ് ആണെന്ന് വെച്ചിട്ട് ഞങ്ങൾ പൊലിച്ചൊക്കെ എന്നെ പുരയിന്ന് ഇറങ്ങി. ഞാൻ നോക്കുമ്പോൾ മക്കളൊക്കെ ഉറങ്ങുക. എനിക്കാനായിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല. ഞാൻ അതിൻ്റെ വിഷമത്തിലിരുന്നു. പിന്നെ ഞങ്ങൾ കസിൻ്റെ അമ്മായിനും പരിപാടിൻ്റെ അവിടെ ഇറക്കി. എന്നിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. കുട്ടികളൊക്കെ നമ്മളെ കൂടി ആയിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച്. എന്നിട്ട് പിന്നെ ഞാൻ നേരെ പോകുന്നത് PG വെക്കാനാണ്. ഞാൻ പിന്നെ ഭയങ്കര മെച്ചൂർഡായതുകൊണ്ട് മക്കളൊക്കെ ഞാൻ മര്യാദക്ക് നോക്കിയിരുന്നു. അങ്ങനെ അടുത്ത് കറങ്ങാൻ പോകാന്നുള്ള പ്ലാനിങ്ങിലായപ്പോഴാണ് പിന്നെ മനസ്സിലായത് ആ ചെക്കനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന്. അല്ല 2015 അല്ല 2014 കല്യാണം, അപ്പോൾ 2017 ഓൻ്റെ വയസ്സ് കണ്ടുപിടിക്കാൻ പറ്റ പാടാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ ഹോസ്പിറ്റലിൽ കുറേ നേരം പോസ്റ്റായി നോക്കുമ്പോൾ ഇവിടെ ഉണ്ട് ഒരു ഐ കോൺടാക്റ്റ് ഒക്കെ. പിന്നെ ചെക്കനെ കൊണ്ട് ഞാൻ കണ്ണ് കാണിക്കാൻ കയറി. പിന്നെ ഡോക്ടർ പറഞ്ഞ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു. മക്കൾക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ വിശപ്പില്ല. പിന്നെ ഞങ്ങൾ മക്കൾക്ക് ഫുഡ് വെച്ച് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിട്ടോ. അതിൻ്റെ അടുത്ത് അമ്മായിൻ്റെ അടുത്ത് ചെക്കനാക്കി ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞേച്ച്. പിന്നെ എനിക്കെന്ത് പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയും കുറച്ചു നേരം പോസ്റ്റായി. പിന്നെ ഞാൻ നോക്കുമ്പോൾ മൂപ്പര് ഫോണൊക്കെ കാണിച്ചിട്ട് ഫുള്ള് ഷോ ഇടുന്നു. കറങ്ങാൻ പോവാ പറഞ്ഞിട്ട് അവസാനം വൈകുന്നേരമായി. അപ്പോഴത്തേക്ക് ഓളെ പരിപാടി തീർന്നു. അങ്ങനെ ഓളെയും കുട്ടി അമ്മേനെയും കുട്ടി എല്ലാവരെയും കൂട്ടി നമ്മൾ അടുത്ത പോണത് ബീച്ചിലേക്കാണ്. അവിടെ ഇവിടെയും കറങ്ങി സമയം കളയണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവസാനം ആകെ സമയം കിട്ടിയത് ബീച്ച് കാണാൻ മാത്രം. ഇവന്റെ വിചാരമാണെങ്കിൽ ഇവനേതോ വലിയ ആളാണെന്ന്. ഇത് ഫുൾ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. ഞാൻ പ്ലാൻ ചെയ്ത് തിരിഞ്ഞു പറഞ്ഞ് കളിച്ചൊന്നല്ല. ഇവൻ ഈ മുന്നിൽ ഓടി എടുക്കുന്നത് വായി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നാണ് ഒന്ന് ബീച്ച് നല്ലോണം ആസ്വദിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളെ പറ്റിക്കാനുള്ള ഓരോ പരിപാടി. മലയാളം പറയുന്ന സ്പൈഡർമാന്. ഓൻ്റെ ആറ്റിറ്റ്യൂഡും സ്വഭാവമൊക്കെ കണ്ടാൽ തോന്നുന്നു ഓനാണ് ശരിക്കുള്ള സ്പൈഡർമാൻ എന്ന്. ഓൻ ചിറകിട്ടടിക്കുന്ന പോലെ കൈയിട്ടടിക്കണ്ടായിരുന്നു. ബീച്ചിൽ നിന്ന് സൺസെറ്റിൽ നല്ല വീഡിയോ എടുക്കാന്നൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ പോയത്. നോക്കുമ്പോൾ എന്താ സൺസെറ്റും കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ് ആകെ രാത്രിയാവാൻ. മാമന്മാരൊക്കെ വിശ്രമിക്കാൻ വേണ്ടി ബീച്ചിൽ വന്നിരിക്കുക. എന്താ അപ്പോൾ അത്. പിന്നെ ഫുൾ കപ്പിൾസ്. ബീച്ചിൽ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഫുൾ കപ്പിൾസ്. അത് കണ്ടിട്ട് ഓർക്ക് സഹിക്കാൻ പറ്റായിട്ട് ഓനുണ്ട് ഫുൾ വായി നോക്കുന്നു.